കണ്ണൂർ അഴീക്കോട് മീൻകുന്നിൽ ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമിട്ട ആൾക്കൂട്ടത്തിൽ വീണ് പൊട്ടിയതാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പടക്കം പൊട്ടിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. മീൻകുന്ന് മുരിച്ചിയൻകാവിൽ പുലർച്ചെ 4:30യോടുകൂടിയാണ് അപകടമുണ്ടായത്. പടക്കങ്ങൾ പൊട്ടിത്തെറിച്ച് ആവർത്തിക്കുന്ന അപകടങ്ങൾ ആഘാതം കുറവെന്നത് ആശ്വാസം പകരുമ്പോഴും ആഘോഷ സന്ദർഭങ്ങൾ ദുരന്തത്തിന് വഴിമാറാതിരിക്കാൻ എത്ര കരുതൽ വേണമെന്ന ഓർമ്മപ്പെടുത്തൽ. അഴീക്കോട് മുച്ചിരിയൻകാവിൽ തെയ്യം ചടങ്ങുകൾ നടക്കവെയാണ് ഇന്ന് പുലർച്ചെ അപകടമുണ്ടായത്. പുലിയൂർ കണ്ണൻ തെയ്യത്തിന് ശേഷം ബപ്പിരിയൻ തെയ്യം ഇറങ്ങാനൊരുങ്ങുന്നതിനിടെയാണ് ക്ഷേത്രമുറ്റത്ത് കൂടിയിരുന്ന ആൾക്കൂട്ടത്തിലേക്ക് അമിട്ട് വീണ് പൊട്ടിയത്. ക്ഷേത്ര തിരുമുറ്റത്തു നിന്നും അല്പദൂരം മാറി തിരികൊളുത്തിയ അമിട്ട് ദിശ തെറ്റി ആൾക്കൂട്ടത്തിനിടയിലേക്ക് പതിച്ചു. ഒരു കുട്ടിയടക്കം 6 പേർക്ക് പരിക്കേറ്റു. അർജുൻ, നിതിൻ, ആദിത്യ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. നിസാര പരിക്കേറ്റ മറ്റു 3 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. മുകളിൽ പോയി പൊട്ടിക്കുന്ന സാധനമാണ് കൊടുത്തത്. എന്താണെന്ന് അറിയില്ല. നമ്മൾ കമ്മിറ്റിയില്ല, ക്ഷേത്രത്തിലെ ഭാരവാഹികളോ അല്ല ക്ഷേത്രത്തിൻ്റെ കുടുംബക്കാരൊന്നും അറിയുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചെന്ന് തന്നെ നമുക്ക് തന്നെ ഇപ്പോൾ ഒരു ആശ്ചര്യമായിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ പോയി ഒരു കുട്ടിക്ക് ചെറിയൊരു പരിക്കുണ്ട്. വേറെ അങ്ങനെ ഒരു മാരകമായ പരിക്കൊന്നുമില്ല. ക്ഷേത്രം പ്രതിനിധികളായ 10 പേർക്കെതിരെ വളപട്ടണം പോലീസ് കേസെടുത്തു. അശ്രദ്ധമായി വെടിമരുന്നുകൾ കൈകാര്യം ചെയ്തുവെന്നതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. പടക്കം പൊട്ടിക്കാൻ അനുമതി നൽകിയിരുന്നില്ലെന്ന് പോലീസ്. പരിപാടിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. 13-ാം തീയതി വന്ന് ஆனால் പടക്കം അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ ഞങ്ങൾ സുമോട്ടോവായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. കാവിൽ വെടിക്കെട്ട് പതിവില്ലെന്നും ഉത്സവത്തിന്റെ ഭാഗമായ ചിലർ സ്വമേധയാ പടക്കം പൊട്ടിച്ചതെന്നുമാണ് ക്ഷേത്രം ഭാരവാഹികളുടെ വിശദീകരണം. ഉത്സവാഘോഷങ്ങൾ നമ്മുടെ നാടിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രതീകങ്ങളാണ്. എന്നാൽ ആഘോഷങ്ങൾക്കിടെ അപകട സാധ്യതയുള്ളവ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും വേണ്ടതുണ്ടെന്ന് തുടർച്ചയായ അപകടങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും അനിവാര്യമെന്ന് ചുരുക്കം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ.